നിങ്ങൾ ഇപ്പോൾ ഇത് കേൾക്കുന്നത് യാദൃശ്ചികമല്ല. ഇതൊരു സാധാരണ ദിവസമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത കുറച്ചു ദിവസങ്ങളിൽ നിങ്ങൾക്ക് അനുഭവപ്പെടാൻ പോകുന്നത് 150 വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഒരു അതിശക്തമായ ഗ്രഹസംയോഗത്തിന്റെ അനുഗ്രഹമാണ്. കടകരാശിക്കാർക്ക് വരാൻ പോകുന്ന ഈ ദിവസങ്ങൾ അവരുടെ ജീവിതത്തിലെ സുവർണ്ണ കാലമാണ്. കുടുംബ സന്തോഷം, സമ്പത്തിന്റെ വരവ്, പ്രണയത്തിന്റെ നിറവ്, ആരോഗ്യത്തിന്റെ ഉറപ്പ് എല്ലാം ഒരുമിച്ച് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരാൻ പോകുന്നു. ഇപ്പോൾ ആകാശത്തിൽ നടക്കുന്ന ഗ്രഹസഞ്ചാരങ്ങൾ വളരെ പ്രത്യേകമാണ്. ഗുരു ഭഗവാൻ ഇപ്പോൾ വളരെ അനുകൂലമായ സ്ഥാനത്താണ്. ശനി ഭഗവാന്റെ നീക്കങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നു. രാഹുകേതുക്കളുടെ സ്ഥാനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾക്ക് കാരണമാകുന്നു. ഇതൊരു സാധാരണ സമയമല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ തിരിച്ചുവരവിന്റെ കാലമാണ്. നിങ്ങൾക്കായി കാത്തിരിപ്പ് അവസാനിക്കുന്നു. കടകരാശിക്കാരായ നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്ന ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കൂ. അടുത്ത 15 ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ 3 വലിയ സംഭവങ്ങൾ നടക്കാൻ പോകുന്നു. ഈ 3 സംഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റിമറിക്കും. ഗുരു ഭഗവാൻ ഇപ്പോൾ നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ ഗുരുപെയർച്ചി നിങ്ങൾക്ക് അളവറ്റ ഭാഗ്യം കൊണ്ടുവരുന്നു. കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കുന്നു. വീട്ടിൽ സമാധാനം തിരിച്ചുവരുന്നു. പണത്തിന്റെ ഒഴുക്ക് വേഗത്തിലാകുന്നു. ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ജന്മനക്ഷത്രത്തിന്റെ ദശാകാലഫലങ്ങൾ ഇപ്പോൾ പോസിറ്റീവായി മാറുന്നു. നിങ്ങൾ എത്ര നാളായി കാത്തിരുന്ന മാറ്റമാണിത്. നിങ്ങൾ കണ്ണീർ പൊഴിച്ച ദിവസങ്ങൾ അവസാനിക്കുന്നു. സന്തോഷത്തിന്റെ പുതിയ അധ്യായം തുറക്കുന്നു. ഇപ്പോൾ നടക്കുന്ന ഗ്രഹദിശാകാലങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുന്നു. ചന്ദ്രൻ നിങ്ങളുടെ രാശിയിൽ വരുമ്പോൾ മനസ്സിൽ സമാധാനം വരുന്നു. സൂര്യന്റെ പ്രകാശം നിങ്ങളുടെ ജീവിതത്തിൽ തെളിച്ചം പകരുന്നു. ബുധൻ നിങ്ങളുടെ ബുദ്ധിയെ മൂർച്ച കൂട്ടുന്നു. ശുക്രൻ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ മധുരം നൽകുന്നു. ചൊവ്വ നിങ്ങൾക്ക് ധൈര്യം പകരുന്നു. ഗുരു നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കുന്നു. ശനി നിങ്ങൾക്ക് സ്ഥിരത നൽകുന്നു. രാഹുകേതു നിങ്ങളുടെ ജീവിതത്തിൽ രഹസ്യമായ വഴികൾ തുറക്കുന്നു. എല്ലാ ഗ്രഹങ്ങളും ഒന്നിച്ച് നിങ്ങൾക്ക് അനുഗ്രഹം പകരുന്നു. ഇതൊരു അത്ഭുതമാണ്. 100% നടക്കാൻ പോകുന്ന ഒരു ദിവ്യയോഗമാണ്. ഇത് നിങ്ങൾക്കായി മാത്രം ഒരുങ്ങിയിരിക്കുന്ന സമയമാണ്. അടുത്ത 15 ദിവസങ്ങളിൽ ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റം വരുന്നു. പണത്തിന്റെ വരവ് പെട്ടെന്ന് വർദ്ധിക്കുന്നു. നിങ്ങൾ ആഗ്രഹിച്ച തുക നിങ്ങളുടെ കയ്യിൽ എത്തുന്നു. പഴയ കടങ്ങൾ തീരുന്നു. ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പൈസ തിരിച്ചുവരുന്നു. ബാങ്കിൽ നിന്ന് വായ്പ അനുവദിക്കപ്പെടുന്നു. ജോലിയിൽ ശമ്പളം കൂട്ടുന്നു. ബിസിനസ്സിൽ ലാഭം കൂടുന്നു. പുതിയ ഇൻവെസ്റ്റ്മെന്റിന് അവസരം ലഭിക്കുന്നു. പ്രോപ്പർട്ടി വാങ്ങാൻ സാധിക്കുന്നു. സ്വർണം വാങ്ങുന്നതിന് സമയം അനുകൂലമാകുന്നു. വീട് വാങ്ങുന്നതിന് യോഗം രൂപപ്പെടുന്നു. നിങ്ങൾക്കായി സമ്പത്ത് കാത്തിരിക്കുന്നു. ഈ കാലത്ത് നിങ്ങൾ പണത്തെ വിളിച്ചാൽ അത് വരും. നിങ്ങൾ എന്തു ചോദിച്ചാലും ലഭിക്കും. ഭാഗ്യദേവത നിങ്ങളുടെ കൂടെയുണ്ട്. ലക്ഷ്മി ദേവി നിങ്ങളുടെ വീട്ടിൽ പ്രവേശിക്കുന്നു. 2ാം ഘട്ടത്തിൽ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ വരുന്നു. അവിവാഹിതരായവർക്ക് പ്രണയം തുടങ്ങുന്നു. ജീവിത പങ്കാളിയെ കണ്ടുമുട്ടുന്നു. പ്രണയത്തിൽ വിജയം നേടുന്നു. വിവാഹ നിശ്ചയം നടക്കുന്നു. കുടുംബം അംഗീകരിക്കുന്നു. വിവാഹിതരായവർക്ക് ദാമ്പത്യ സന്തോഷം കൂടുന്നു. ഭർത്താവും ഭാര്യയും തമ്മിൽ സ്നേഹം വർദ്ധിക്കുന്നു. വഴക്കുകൾ അവസാനിക്കുന്നു. തെറ്റിദ്ധാരണകൾ മാറുന്നു. ഒരുമയോടെ ജീവിക്കാൻ കഴിയുന്നു. സന്താനപ്രാപ്തി ലഭിക്കുന്നു. കുഞ്ഞിന് ആരോഗ്യം നല്ലതാണ്. കുടുംബത്തിൽ ആഘോഷങ്ങൾ നടക്കുന്നു. വീട്ടിൽ സന്തോഷം നിറയുന്നു. നിങ്ങൾ വളരെക്കാലമായി കൊതിച്ച ഒരു നിമിഷമാണിത്. ഹൃദയം നിറയുന്ന സമയമാണ്. കണ്ണുനീർ സന്തോഷത്തിൻ്റേതാകുന്നു. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നു. നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നു. പ്രണയത്തിന്റെ മധുരം അനുഭവിക്കാൻ സമയമായി. ജീവിത പങ്കാളിയോടൊപ്പം സന്തോഷകരമായ ദിവസങ്ങൾ ആരംഭിക്കുന്നു. 3ാം ഘട്ടത്തിൽ കുടുംബരംഗത്ത് വലിയ സന്തോഷം വരുന്നു. വീട്ടിൽ സമാധാനം തിരിച്ചുവരുന്നു. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തമാകുന്നു. അമ്മയും അച്ഛനും സന്തോഷിക്കുന്നു. സഹോദര സഹോദരികളുമായി അടുപ്പം വർദ്ധിക്കുന്നു. നിങ്ങളുടെ മക്കൾക്ക് വിജയം വരുന്നു. കുട്ടികളുടെ പഠനത്തിൽ പുരോഗതി കാണുന്നു. പരീക്ഷയിൽ നല്ല മാർക്ക് ലഭിക്കുന്നു. മക്കൾ ആഗ്രഹിച്ച കോഴ്സിൽ പ്രവേശനം ലഭിക്കുന്നു. വിദേശത്തേക്ക് പോകാൻ അവസരം ഉണ്ടാകുന്നു. കുട്ടികളുടെ ഭാവി തെളിച്ചമുള്ളതാണ്. കുടുംബത്തിൽ ഒരു ശുഭവാർത്ത കേൾക്കാൻ പോകുന്നു. ബന്ധുക്കളിൽ നിന്ന് സഹായം ലഭിക്കുന്നു. പഴയ ശത്രുക്കൾ സുഹൃത്തുക്കളാകുന്നു. നിങ്ങളെ തെറ്റിദ്ധരിച്ചവർ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ യഥാർത്ഥ മുഖം എല്ലാവർക്കും മനസ്സിലാകുന്നു. സമൂഹത്തിൽ മാനവും പ്രതിഷ്ഠയും വർദ്ധിക്കുന്നു. ആളുകൾ നിങ്ങളെ മാതൃകയാക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കുന്നു. ഇത് നിങ്ങളുടെ സാമൂഹിക ജീവിതത്തിലെ മികച്ച ഘട്ടമാണ്. അടുത്ത 30 ദിവസങ്ങളിൽ നിങ്ങളുടെ തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിത മാറ്റങ്ങൾ സംഭവിക്കുന്നു. നിങ്ങൾ ഒരു പുതിയ ജോലിക്കായി അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടുന്നു. ഇന്റർവ്യൂവിൽ വിജയിക്കുന്നു. നിലവിലുള്ള ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുന്നു. പ്രൊമോഷൻ വരുന്നു. ശമ്പളം ഇരട്ടിയാകുന്നു. ഉന്നത സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. ബോസ് നിങ്ങളുടെ കഴിവ് മനസ്സിലാക്കുന്നു. സഹപ്രവർത്തകർ നിങ്ങളെ ബഹുമാനിക്കുന്നു. ഓഫീസിൽ നിങ്ങളുടെ പ്രാധാന്യം വർദ്ധിക്കുന്നു. പുതിയ പ്രോജക്റ്റ് നിങ്ങൾക്ക് ചുമതല കൊടുക്കുന്നു. വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെടുന്നു.
വിദേശത്തേക്ക് ജോലി സംബന്ധമായി യാത്ര ചെയ്യാൻ അവസരം വരുന്നു. വിദേശത്ത് സെറ്റിൽ ആകാൻ സാധ്യത കാണുന്നു. നിങ്ങൾ വളരെ നാളായി സ്വപ്നം കണ്ട കരിയർ നേട്ടം നേടുന്നു. ഇത് നിങ്ങളുടെ ജോലി ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയമാണ്. നിങ്ങൾ കഠിനാധ്വാനം ചെയ്തതിന്റെ ഫലം ലഭിക്കുന്നു. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ കാലം സുവർണമാണ്. പുതിയ ഡീലുകൾ വരുന്നു. വലിയ ഓർഡറുകൾ ലഭിക്കുന്നു. പഴയ ഉപഭോക്താക്കൾ തിരിച്ചുവരുന്നു. പുതിയ ക്ലയന്റുകൾ കണ്ടെത്തുന്നു. കമ്പനി വിപുലീകരിക്കാൻ അവസരം ലഭിക്കുന്നു. പുതിയ ശാഖ തുറക്കുന്നു. പാർട്ണർഷിപ്പിൽ ലാഭം കൂടുന്നു. നിക്ഷേപകർ താൽപര്യം പ്രകടിപ്പിക്കുന്നു. ഫണ്ടിംഗ് ലഭിക്കുന്നു. മാർക്കറ്റിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് തെളിയുന്നു. ഉപഭോക്താക്കൾ നിങ്ങളെ വിശ്വസിക്കുന്നു. ബിസിനസ്സിൽ പേര് വളരുന്നു. ബ്രാൻഡ് വാല്യൂ ഉയരുന്നു. മത്സരാർത്ഥികളെ പിന്നിലാക്കുന്നു. വിപണിയിൽ മുന്നേറുന്നു. ഇത് നിങ്ങളുടെ ബിസിനസ് ജീവിതത്തിലെ പുതിയ ഉയർച്ചയുടെ കാലമാണ്. നിങ്ങളുടെ കമ്പനി വളർച്ച പ്രാപിക്കുന്നു. പുതിയ ഉയരങ്ങളിലേക്ക് എത്തുന്നു. ഇതിനായി നിങ്ങൾ കാത്തിരുന്നു. ഇപ്പോൾ സമയമായി. പണത്തിന്റെ ഒഴുക്ക് ഇപ്പോൾ വേഗത്തിലാകുന്നു. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത സ്രോതസ്സുകളിൽ നിന്ന് പണം വരുന്നു. പഴയ നിക്ഷേപത്തിൽ നിന്ന് വരുമാനം ലഭിക്കുന്നു. ഷെയറിൽ ലാഭം കാണുന്നു. മ്യൂച്വൽ ഫണ്ടിൽ വളർച്ച ഉണ്ടാകുന്നു. സ്വർണത്തിന്റെ വില കൂടുന്നു. പ്രോപ്പർട്ടിയുടെ വില വർദ്ധിക്കുന്നു. ഭൂമി വിൽക്കാൻ നല്ല വില കിട്ടുന്നു. വീട് വിൽപ്പനയിൽ ലാഭം നേടുന്നു. വാടക വരുമാനം വർദ്ധിക്കുന്നു. സമ്പാദ്യം വളരുന്നു. നിങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വം കൂടുന്നു. ബാങ്ക് ബാലൻസ് ഉയരുന്നു. കടബാധ്യതകൾ കുറയുന്നു. വായ്പ തീർക്കാൻ കഴിയുന്നു. ക്രെഡിറ്റ് കാർഡ് ബിൽ അടക്കുന്നു. നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭിക്കുന്നു. ചിലവുകൾ കുറയുന്നു. അനാവശ്യ ചെലവ് ഒഴിവാക്കാൻ കഴിയുന്നു. മിതവ്യയം വർദ്ധിക്കുന്നു. ഭാവിയിലേക്ക് പണം സേവ് ചെയ്യുന്നു. നിങ്ങളുടെ സാമ്പത്തിക ആസൂത്രണം വിജയിക്കുന്നു. ഇത് നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിലെ സുവർണ കാലമാണ്. പ്രണയ ജീവിതത്തിൽ ഇപ്പോൾ മധുര നിമിഷങ്ങൾ വരുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചിരിക്കുന്ന വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു. അവർ നിങ്ങളോട് അവരുടെ വികാരങ്ങൾ പങ്കുവെക്കുന്നു. നിങ്ങൾ പ്രതീക്ഷിച്ച നിമിഷം വരുന്നു. പ്രണയം സാധ്യമാകുന്നു. നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾ കണ്ടെത്തുന്നു. ആത്മാവിനോട് സംസാരിക്കുന്ന ആളെ കണ്ടുമുട്ടുന്നു. ഹൃദയം തുറന്നു സംസാരിക്കാൻ കഴിയുന്നു. നിങ്ങളുടെ വികാരങ്ങൾ അവർ മനസ്സിലാക്കുന്നു. അവർ നിങ്ങളെ വിലമതിക്കുന്നു. നിങ്ങളുടെ സ്നേഹത്തിന് മറുപടി ലഭിക്കുന്നു. വിവാഹത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു. കുടുംബങ്ങൾ അംഗീകരിക്കുന്നു. വിവാഹ തീയതി നിശ്ചയിക്കുന്നു. ആഘോഷങ്ങൾ ആരംഭിക്കുന്നു. നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നു. നിങ്ങൾ കണ്ണീർ പൊഴിച്ച ദിവസങ്ങൾ അവസാനിക്കുന്നു. സന്തോഷത്തിന്റെ കണ്ണീർ ഒഴുകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പ്രണയത്തിന്റെ മഴ പെയ്യുന്നു. വിവാഹിതരായവർക്ക് ദാമ്പത്യത്തിൽ പുതിയ അടുപ്പം വരുന്നു. ഭർത്താവും ഭാര്യയും തമ്മിൽ പഴയതിനേക്കാൾ സ്നേഹം കൂടുന്നു. പഴയ തെറ്റിദ്ധാരണകൾ മാറുന്നു. ചെറിയ വഴക്കുകൾ അവസാനിക്കുന്നു. സംസാരിക്കാനുള്ള സമയം കണ്ടെത്തുന്നു. ഒരുമിച്ച് കഴിയാൻ കഴിയുന്നു. ഒരുമിച്ച് യാത്ര പോകുന്നു. റൊമാന്റിക് അവധിക്കാലം ആസൂത്രണം ചെയ്യുന്നു. പുതിയ സ്മരണകൾ സൃഷ്ടിക്കുന്നു. പഴയ പ്രണയം വീണ്ടും പിടിക്കുന്നു. യുവത്വത്തിന്റെ ഊർജം തിരിച്ചുവരുന്നു. വീണ്ടും പ്രണയത്തിലാകുന്നു. ജീവിതത്തിൽ പുതിയ അധ്യായം ആരംഭിക്കുന്നു. സന്താനപ്രാപ്തിക്കുള്ള സാധ്യത വർദ്ധിക്കുന്നു. കുഞ്ഞിനായുള്ള ആഗ്രഹം പൂർത്തീകരിക്കപ്പെടുന്നു. വീട്ടിൽ കുഞ്ഞിന്റെ ചിരി മുഴങ്ങുന്നു. കുടുംബം പൂർണ്ണമാകുന്നു. ഭാഗ്യം വീട്ടിൽ പ്രവേശിക്കുന്നു. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇതൊരു സുവർണ കാലമാണ്. കുടുംബ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിറയുന്നു. വീട്ടിലെ വിഷമങ്ങൾ മാറുന്നു. കുടുംബാംഗങ്ങൾ തമ്മിൽ മനസ്സിലാക്കൽ വരുന്നു. പഴയ ദേഷ്യങ്ങൾ മറക്കുന്നു. ക്ഷമ ചോദിക്കുന്നു. ഒന്നിച്ചു കഴിയുന്നതിന്റെ സന്തോഷം അനുഭവിക്കുന്നു. വീട്ടിൽ ചിരി മുഴങ്ങുന്നു. സന്തോഷത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നു. അമ്മയുടെ അനുഗ്രഹം ലഭിക്കുന്നു. അച്ഛന്റെ സന്തോഷം കാണുന്നു. സഹോദരന്മാരും സഹോദരിമാരും സഹായിക്കുന്നു. ബന്ധുക്കൾ പിന്തുണ നൽകുന്നു. കുടുംബത്തിലെ മൂത്തവർ അനുഗ്രഹിക്കുന്നു. ചെറുപ്പക്കാർ ബഹുമാനിക്കുന്നു. നിങ്ങളുടെ മക്കളുടെ വിജയം നിങ്ങളെ സന്തോഷിപ്പിക്കുന്നു. കുട്ടികളുടെ പഠനത്തിൽ ഉന്നതി കാണുന്നു. പരീക്ഷയിൽ മികച്ച മാർക്ക് സ്കോർ ചെയ്യുന്നു. കുട്ടികൾ അവരുടെ ലക്ഷ്യം നേടുന്നു. കുട്ടികളുടെ ഭാവി ഉജ്ജ്വലമാണ്. അവർക്ക് നല്ല അവസരങ്ങൾ വരുന്നു. വിദേശത്തേക്ക് പോകാൻ സാധ്യത കാണുന്നു. നല്ല സ്ഥാപനത്തിൽ പ്രവേശനം ലഭിക്കുന്നു. സ്കോളർഷിപ്പ് കിട്ടുന്നു. കുട്ടികളുടെ കഴിവ് അംഗീകരിക്കപ്പെടുന്നു. നിങ്ങൾക്ക് അവരിൽ അഭിമാനം തോന്നുന്നു. ആരോഗ്യരംഗത്ത് ഇപ്പോൾ വലിയ മെച്ചപ്പെടൽ വരുന്നു. പഴയ രോഗങ്ങൾ മാറുന്നു. വേദനകൾ കുറയുന്നു. അസുഖങ്ങൾ സുഖപ്പെടുന്നു. ശരീരത്തിൽ ഊർജം തിരിച്ചുവരുന്നു. ക്ഷീണം മാറുന്നു. മടുപ്പ് അവസാനിക്കുന്നു. ഉറക്കം നല്ലതാകുന്നു. ഭക്ഷണം നന്നായി ദഹിക്കുന്നു. വിശപ്പ് വർദ്ധിക്കുന്നു. ശരീരഭാരം കൺട്രോളിൽ വരുന്നു. ദഹനപ്രശ്നങ്ങൾ മാറുന്നു. തലവേദന കുറയുന്നു. ശരീരവേദന അവസാനിക്കുന്നു. സന്ധിവേദന മാറുന്നു. പനി പിടിക്കാതിരിക്കുന്നു. ജലദോഷം വരാതിരിക്കുന്നു. ആരോഗ്യമുള്ളവരായി തുടരുന്നു. രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുന്നു. ശരീരം ശക്തിപ്പെടുന്നു. മനസ്സ് സമാധാനത്തിലാകുന്നു. ആശങ്കകൾ മാറുന്നു. പേടി അവസാനിക്കുന്നു. സമ്മർദ്ദം കുറയുന്നു. ചിന്തകൾ നല്ലതാകുന്നു. മനോഭാവം പോസിറ്റീവ് ആകുന്നു. ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. ജീവിക്കാനുള്ള ഉത്സാഹം വരുന്നു. മാനസിക സമാധാനം ലഭിക്കുന്നു.
വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ്. പഠനത്തിൽ ശ്രദ്ധ വർദ്ധിക്കുന്നു. കോൺസെൻട്രേഷൻ കൂടുന്നു. മെമ്മറി മെച്ചപ്പെടുന്നു. പഠിച്ചത് ഓർമ്മ നിൽക്കുന്നു. ബുദ്ധി മൂർച്ച കൂടുന്നു. വിഷയങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാകുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നു. പരീക്ഷയിൽ വിജയിക്കുന്നു. നല്ല മാർക്ക് ലഭിക്കുന്നു. റാങ്ക് വരുന്നു. എല്ലാ വിഷയത്തിലും മികവ് കാട്ടുന്നു. അധ്യാപകർ പ്രശംസിക്കുന്നു. രക്ഷിതാക്കൾ സന്തോഷിക്കുന്നു. സ്കൂളിൽ അംഗീകാരം ലഭിക്കുന്നു. മത്സരപരീക്ഷയിൽ വിജയിക്കുന്നു. ആഗ്രഹിച്ച കോഴ്സിൽ പ്രവേശനം ലഭിക്കുന്നു. മികച്ച കോളേജിൽ സീറ്റ് കിട്ടുന്നു. സ്കോളർഷിപ്പിന് യോഗ്യത നേടുന്നു. വിദേശത്തേക്ക് പഠിക്കാൻ അവസരം ലഭിക്കുന്നു. വിദ്യാർത്ഥി ജീവിതത്തിൽ വിജയം നേടുന്നു. വിദേശയോഗം ഇപ്പോൾ വളരെ ശക്തമാണ്. വിദേശത്തേക്ക് പോകാൻ അവസരം വരുന്നു. വിസ ലഭിക്കുന്നു. പാസ്പോർട്ട് കിട്ടുന്നു. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. യാത്ര തുടങ്ങുന്നു. പുതിയ രാജ്യത്തേക്ക് പോകുന്നു. പുതിയ സംസ്കാരം കാണുന്നു. പുതിയ ആളുകളെ കണ്ടുമുട്ടുന്നു. പുതിയ അനുഭവങ്ങൾ നേടുന്നു. വിദേശത്ത് ജോലി ലഭിക്കുന്നു. വിദേശത്ത് ബിസിനസ് ആരംഭിക്കുന്നു. വിദേശത്ത് സെറ്റിൽ ആകുന്നു. വിദേശത്ത് വീട് വാങ്ങുന്നു. വിദേശത്ത് കുടുംബത്തെ സ്ഥാപിക്കുന്നു. നിങ്ങൾ സ്വപ്നം കണ്ട വിദേശ ജീവിതം സാധ്യമാകുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റമാണ്. ആത്മീയ വളർച്ച ഇപ്പോൾ വർദ്ധിക്കുന്നു. ദൈവത്തോട് അടുക്കാൻ മനസ്സുവരുന്നു. പ്രാർത്ഥന ചെയ്യുന്നതിന് സമയം കണ്ടെത്തുന്നു. ക്ഷേത്രത്തിൽ പോകുന്നു. പൂജ ചെയ്യുന്നു. ദൈവത്തിന് അർപ്പണം നടത്തുന്നു. മനസ്സിൽ സമാധാനം അനുഭവിക്കുന്നു. ആന്തരിക ശക്തി വർദ്ധിക്കുന്നു. ആത്മാവിന്റെ ശബ്ദം കേൾക്കുന്നു. ധ്യാനം ചെയ്യാൻ തുടങ്ങുന്നു. യോഗ അഭ്യസിക്കുന്നു. ആരോഗ്യവും മനസ്സും ബാലൻസ് ചെയ്യുന്നു. ആത്മീയ പുസ്തകങ്ങൾ വായിക്കുന്നു. ജ്ഞാനം നേടുന്നു. മനസ്സ് വ്യക്തമാകുന്നു. ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാകുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം അനുഭവിക്കുന്നു. ആത്മീയത നിങ്ങളെ സംരക്ഷിക്കുന്നു. കർമ്മകടങ്ങൾ ഇപ്പോൾ തീർക്കുന്നതിന് അവസരം വരുന്നു. ദാനധർമ്മങ്ങൾ ചെയ്യുക. ദരിദ്രർക്ക് സഹായിക്കുക. പട്ടിണി കിടക്കുന്നവർക്ക് ഭക്ഷണം നൽകുക. വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക. രോഗികൾക്ക് മരുന്ന് സഹായിക്കുക. പാവപ്പെട്ട കുട്ടികളെ പഠിക്കാൻ സഹായിക്കുക. ക്ഷേത്രത്തിൽ അന്നദാനം നടത്തുക. മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകുക. പക്ഷികൾക്ക് വെള്ളം വെക്കുക. മരങ്ങൾ നടുക. പരിസ്ഥിതി സംരക്ഷിക്കുക. പ്രകൃതിയെ സ്നേഹിക്കുക. മറ്റുള്ളവരോട് ദയ കാണിക്കുക. സ്നേഹം പകരുക. ക്ഷമ നൽകുക. കരുണ കാട്ടുക. ഇത് നിങ്ങളുടെ പാപങ്ങൾ മാറ്റും. നിങ്ങളുടെ കർമ്മം നല്ലതാക്കും. നിങ്ങളുടെ ഭാവി തെളിക്കും. ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കും. ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുക. എല്ലാ വ്യാഴാഴ്ചയും അവിടേക്ക് മാല അർപ്പിക്കുക. തുളസി മാല ധരിക്കുക. മഞ്ഞ വസ്ത്രം ധരിക്കുക. വ്യാഴാഴ്ച ഉപവസിക്കുക. ബനാന ദാനം ചെയ്യുക. ഗുരുമന്ത്രം ജപിക്കുക. ദേവിയെ പ്രാർത്ഥിക്കുക. ഭദ്രകാളിയമ്മയ്ക്ക് നേർച്ച നടത്തുക. വെള്ളിയാഴ്ച പൂജ ചെയ്യുക. ചന്ദ്രനെ പ്രാർത്ഥിക്കുക. തിങ്കളാഴ്ച ശിവനെ നമസ്കരിക്കുക. ഗണപതിയെ ഓർക്കുക. ബുധനാഴ്ച ഹനുമാനെ സ്മരിക്കുക. സൂര്യനെ പ്രാർത്ഥിക്കുക. ഞായറാഴ്ച സൂര്യോദയം കാണുക. നമസ്കാരം ചെയ്യുക. ഈ പരിഹാരങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. കടകരാശിക്കാരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഒരു അത്ഭുതമാണ്. 150 വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഗ്രഹസംയോഗമാണിത്. ഈ സമയം നിങ്ങൾക്കായി മാത്രം ഒരുങ്ങിയിരിക്കുന്നതാണ്. നിങ്ങൾ വളരെ ഭാഗ്യശാലികളാണ്. നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പ്രപഞ്ചം നിങ്ങൾക്ക് അനുകൂലമാണ്. പ്രകൃതി നിങ്ങളെ സഹായിക്കുന്നു. എല്ലാ ദിശയിൽ നിന്നും നല്ലത് വരുന്നു. എല്ലാ വശത്തു നിന്നും സന്തോഷം എത്തുന്നു. നിങ്ങളുടെ ജീവിതം പൂർണ്ണമാകുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധ്യമാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഫലിക്കുന്നു. നിങ്ങൾ വർഷങ്ങളായി കാത്തിരുന്ന നിമിഷം ഇപ്പോൾ വന്നിരിക്കുന്നു. ഓർത്തുവെക്കുക, ജീവിതത്തിൽ എല്ലാം സാധ്യമാണ്. നിങ്ങൾ വിശ്വസിച്ചാൽ എല്ലാം നടക്കും. നിങ്ങൾ ശ്രമിച്ചാൽ എല്ലാം നേടാം. നിങ്ങൾ സ്വപ്നം കണ്ടാൽ അത് യാഥാർത്ഥ്യമാകും. നിങ്ങൾക്ക് അർഹമായത് നിങ്ങൾക്ക് തന്നെ കിട്ടും. നിങ്ങൾ കഠിനാധ്വാനം ചെയ്താൽ വിജയം ഉറപ്പാണ്. നിങ്ങൾ സത്യസന്ധരായി ഇരുന്നാൽ ദൈവം കൂടെയുണ്ട്. നിങ്ങൾ നല്ല മനസ്സോടെ ഇരുന്നാൽ നന്മ തന്നെ നിങ്ങളുടെ കൂടെ വരും. നിങ്ങൾ പോസിറ്റീവായി ചിന്തിച്ചാൽ പോസിറ്റീവ് കാര്യങ്ങൾ തന്നെ സംഭവിക്കും. നിങ്ങളുടെ ഊർജം പ്രപഞ്ചത്തിലേക്ക് അയയ്ക്കുക. പ്രപഞ്ചം നിങ്ങൾക്ക് മറുപടി നൽകും. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് തന്നെ ലഭിക്കും. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കൂടുതൽ അത്ഭുതകരമായ വിവരങ്ങൾ പറഞ്ഞു തരാം. വരാൻ പോകുന്ന ദിവസങ്ങളിൽ എന്തെല്ലാം സംഭവിക്കും എന്ന് വിശദമായി പറയാം. നിങ്ങളുടെ ഓരോ രാശിക്കാർക്കും വേണ്ടി പ്രത്യേകം വീഡിയോ ചെയ്യാം. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. അപ്പോൾ പുതിയ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം. കമന്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുക. ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും കാണട്ടെ. എല്ലാവർക്കും ഈ അനുഗ്രഹം ലഭിക്കട്ടെ. എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കട്ടെ. എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നിറവേറട്ടെ. എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും വരട്ടെ. എല്ലാവരും ആരോഗ്യത്തോടെ ദീർഘായുസ് നേടട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹം എല്ലാവരുടെയും മേൽ എപ്പോഴും ഉണ്ടാകട്ടെ. നിങ്ങളെല്ലാവരും എന്നും സുഖത്തിൽ കഴിയട്ടെ. വീണ്ടും കാണാം പുതിയ വീഡിയോയിൽ. അതുവരെ സുരക്ഷിതരായി സന്തോഷത്തോടെ ഇരിക്കുക.